ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് പറയാൻ പോകുന്നത് കറുപ്പിൻ്റെ ഒരു ഒപ്പീനിയനാണ് ഗൈസ്. കറുപ്പിനെ ഇന്ന് കണ്ടു. ഇന്ന് 2:30 ഷോയ്ക്കാണ് ഗൈസ് ഞാൻ കണ്ടത്, ഉച്ചയ്ക്കുള്ള. ആൻഡ് ഇന്നലെ ബുക്ക് ചെയ്തായിരുന്നു. ഇന്നലെ നൈറ്റ് 9:30 ഷോയ്ക്ക് ബുക്ക് ചെയ്തത്, ബട്ട് ക്യാൻസലായി പോയി. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇന്നലെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു പടത്തിൻ്റെ റിലീസിൻ്റെ അന്ന്. ഇന്നലെ റിലീസിനോട് ഓടാണ് ഗൈസ്. റിലീസിൻ്റെ അന്ന് തന്നെ കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് വന്നു. അപ്പോൾ ഇതൊക്കെ സത്യം പറഞ്ഞാൽ നേരത്തെ സോർട്ട് ഔട്ട് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. ഈ അവസാനത്തെ നിമിഷം കൊണ്ട് അങ്ങനെ ചെയ്തത് വളരെ മോശമാണ്. പ്രൊഡക്ഷൻ ഹൗസ് ഭയങ്കര മോശമായിരുന്നു ഗൈസ്. സ്ക്രീൻ ബാരിയർ ഫീച്ചേഴ്സ് കാരണം അപ്ഡേറ്റ്സ് ഭയങ്കര കുറവായിരുന്നു. പ്രൊമോഷണൽ മെറ്റീരിയൽസും ഭയങ്കര കുറവായിരുന്നു പടത്തിന്. അതായത് പാട്ടൊക്കെ ഇറക്കും, അതൊക്കെ ഒരു അവസാനത്തെ നിമിഷം കൊണ്ടാണ് ചെയ്തത്. ഒരു പടത്തിൻ്റെ റിലീസ് ഡേറ്റ് കൺഫേം ആവാത്തത് കൊണ്ടായിരുന്നു അന്ന് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് എന്തായാലും എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. പടം നൈസായിരുന്നു. പടത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം ഗൈസ്. ഞാൻ ഒരു വിജയ് ഫാനാണ്. എനിക്ക് വിജയ് എന്ന് പറഞ്ഞൊരു ആക്ടറിന് ശേഷം തമിഴ്നാട്ടിൽ ഞാൻ പണ്ട് തൊട്ടേ കേൾക്കുന്നത് സൂര്യയാണ് ഗൈസ്. വിജയ് ശേഷം എനിക്ക് എപ്പോഴും സൂര്യയാണ്. കാരണം ഞാൻ പണ്ട് ഇത് കേട്ടിട്ടില്ല, ഈ വിജയ് അജിത്ത് ഫൈറ്റ്. കാരണം തമിഴ്നാട്ടിൽ അങ്ങനെ ആയിരിക്കാം, ബട്ട് എനിക്ക് അങ്ങനെ അല്ലായിരുന്നു ഗൈസ്. നമ്മുടെ ഇവിടെ കേരളത്തിൽ വിജയ് സൂര്യയായിരുന്നു. വിജയ് വേഴ്സസ് സൂര്യ അങ്ങനെയായിരുന്നു. നമ്മുടെ ക്ലാസ്സിലൊക്കെ ആയാലും വിജയ് ഫാനാണ്. ചിലവർ വിജയ് ഫാൻ, ചിലവർ സൂര്യ ഫാൻ. വിജയ് ഫാൻ, സൂര്യ ഫാൻ, അങ്ങനെ ഒരു ടൈമായിരുന്നു ഗൈസ്. എനിക്കെപ്പോഴായാലും ഒരു വിജയ്ക്ക് ശേഷം എപ്പോഴും സൂര്യയാണ് ഗൈസ്. ആൻഡ് എനിക്ക് സൂര്യ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. പുള്ളിയെന്ന് വെച്ചാൽ ആക്ടിങ് കിടിലമാണ്. പുള്ളിക്ക് കൊമേഴ്ഷ്യലി സക്സസ് ഉള്ള പടങ്ങളുണ്ട്, സിംഗം 2 അങ്ങനത്തെ ഉള്ള പടങ്ങളൊക്കെ. ബട്ട് പുള്ളിക്ക് കൂടുതലും ആക്ടിങ് ആയിട്ട് പുള്ളി എല്ലാ പടത്തിലും കിടിലായി. കഴിഞ്ഞ റെട്രോ ഇറങ്ങിയാലും റെട്രോയിൽ ചെയ്ത് വെച്ചേക്കുന്നൊന്നും വേറെ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. പുള്ളി അത്രയും കിടിലമായിട്ടായിരിക്കും ആ പടത്തിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം റെട്രോ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ വേറൊരു ആക്ടറിനെ വെച്ച് ചിന്തിച്ചാൽ ഒരിക്കലും അത് നടക്കത്തില്ല ഗൈസ്. ഭയങ്കര വൃത്തിയായിരിക്കും ചില സീൻസൊക്കെ. പുള്ളി ചെയ്ത് വെച്ചേക്കുന്നതിന് ശേഷം വേറെ ഒരാൾക്ക് പറ്റത്തില്ല. സൂര്യ അങ്ങനത്തെ ഒരു ആക്ടറാണ് ഗൈസ്. പുള്ളിയെ കൊണ്ട് പറ്റും ചില കാര്യങ്ങൾ. ആൻഡ് ഈ പടത്തിനും പുള്ളിയെ കൊണ്ടേ പറ്റൂ. പുള്ളിക്ക് വേണ്ടിയുള്ള പടമാണ് ഗൈസ്. പീക്ക് പടം എന്ന് വെച്ചാൽ പീക്കായിരുന്നു. അതായത് ഫസ്റ്റ് ഹാഫ് നമ്മൾ പറഞ്ഞ പോലെ, അതായത് ഒരു സ്റ്റോറി ഡ്രിവൺ കഥയാണ്. ഒരു കോടതി, അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കഥയാണ് ഗൈസ്. ഞാൻ സ്പോയിലൊന്നും ചെയ്യുന്നില്ല, നിങ്ങൾ എന്തായാലും പോയി കാണുക. അതിനെക്കുറിച്ച് നടക്കുന്ന കഥകളാണ്. ആൻഡ് സെക്കൻഡ് ഹാഫ് അല്ല, ഇതിൻ്റെ ഒരു പോസ്റ്റ് ഇൻ്റർവെൽ എന്നൊന്നും പറയാൻ പറ്റില്ല. കുറച്ച് മുമ്പ് തന്നെ പുള്ളി വരും. പടം ഇൻ്റർവെൽ ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ വിചാരിച്ചു ഇൻ്റർവെൽ ടൈമിലായിരിക്കും പുള്ളി വരുന്നത്. ബട്ട് പുള്ളിയുടെ പടമായിട്ട് പുള്ളി ഒരു മെയിൻ ഇതിലോട്ട് വരുമ്പോഴത്തേക്കും പുള്ളി വരും. ഒരു 10-40 മിനിറ്റ് കഴിയുമ്പോൾ പുള്ളി വരും. പുള്ളി വന്നിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യും. അതൊക്കെ നൈസായിരുന്നു. പുള്ളിയുടെ എൻട്രിയൊക്കെ നൈസായിരുന്നു ഗൈസ്. ആ ഒരു ഗോഡ് സാധനമാണ് ഗൈസ്. ഇത് എപ്പോഴും നമ്മളെന്തോ കാണുന്നത്, നമ്മളെപ്പോഴും കാണുന്നത് ഒരു രക്ഷകൻ കാണും, ഒരു സാധാരണക്കാരൻ വന്ന് 10 പേരെ ഇടിക്കുന്നതായിരിക്കും. ആ 10 പേരും തോറ്റു, ഇടികൊണ്ട് വീഴും ഗൈസ്. അതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് ഗൈസ് ഒരു ദൈവം വന്ന് 10 പേരെ ഇടിക്കുന്നത്. അതാണ് കിടിലം. ഒരു സാധാരണക്കാരൻ വന്ന് 10 പേരെ ഇടിച്ച് നമുക്ക് അലമ്പ് പോകുന്നതിനേക്കാളും നല്ലതാണ് ദൈവം വന്ന് 10 പേരെ ഇടിക്കുന്നത്. ഇതിൽ പുള്ളി ദൈവമാണ് ഗൈസ്. നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ട പോലെ തന്നെ പുള്ളി ദൈവമാണ്. പുള്ളിയാണ് കറുപ്പ് സ്വാമി എന്ന് പറഞ്ഞ ആ ഒരു ഗോഡിൻ്റെ ഒരു ഇതാണ്. ഗോഡാണ് ദൈവം. കറുപ്പ് സ്വാമി എന്ന് പറഞ്ഞ ദൈവമാണ് പുള്ളി, സൂര്യയുടെ ക്യാരക്ടർ. പുള്ളി വരുന്നൊരു സമയത്തുള്ള പുള്ളിക്ക്. ആൻഡ് ഇതിൻ്റെ അകത്ത് സൂര്യക്ക് മറ്റുള്ള പടങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഭയങ്കര സ്ക്രീൻ സ്പേസ് കുറവാണ് ഗൈസ്. അതായത് RJ ബാലാജിയും തൃഷ, ഇന്ദ്രൻ സേട്ടൻ, പുള്ളിയൊക്കെ അവരെ ചുറ്റിപ്പറ്റിയാണ് കൂടുതലും കഥ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് RJ ബാലാജിയാണ് മെയിൻ വില്ലൻ. അപ്പോൾ RJ ബാലാജിയെ ചുറ്റിപ്പറ്റിയാണ് കുറേ കാര്യങ്ങൾ കാണിക്കുന്നത്. കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, എല്ലാവരും കിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം. ആൻഡ് മറ്റേ പെണ്ണെ എടുത്തു പറയാൻ, നമ്മുടെ ആലപ്പുഴ നിങ്കാനയ്ക്കകത്ത് അഭിനയിച്ച അനഘ എന്ന് പറഞ്ഞ പെൺകുട്ടി കിടിലായിരുന്നു, സൂപ്പർ അഭിനയമായിരുന്നു. ഇതിൻ്റെ അത് കുറേ സംഭവങ്ങളുണ്ട് ഗൈസ്. ഇതിൻ്റെ അത് കുറേ സോഷ്യൽ മെസ്സേജുകളൊക്കെ ഉണ്ട്. അതൊക്കെ സൂപ്പറായിട്ട് കൺവേ ചെയ്യുന്നുണ്ട് RJ ബാലാജി. പുള്ളി ഇതിൻ്റെ അകത്ത് പുള്ളി വില്ലനാണ്, പക്ഷേ പുള്ളി ആസ് എ റൈറ്റർ ഇത് കിടിലമായിട്ട് പറയുന്നുണ്ട്. ആൻഡ് കറക്റ്റ് പ്ലേസ്മെൻറ്റ് പുള്ളി അത് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഗൈസ്. സൂപ്പറായിട്ട് അത് പറയുന്നുണ്ട്. ആൻഡ് സൂര്യ വരുമ്പോൾ ഗൈസ്, സൂര്യക്ക് എല്ലാ ലുക്കും ഈ പടത്തിലുള്ള എല്ലാ ലുക്കും ചെയ്യുന്നുണ്ട്. ആൻഡ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം
പുള്ളിയുടെ നമ്മൾ കാണുന്ന ആ ഗോഡ് മോഡിലൊക്കെ ഉള്ള ലുക്ക് ഉണ്ടല്ലോ, താടിയും മീശയൊക്കെ പിടിച്ചുള്ള താടിയൊക്കെ ഉള്ള ഒരു ലുക്ക്. ലുക്കെന്ന് വെച്ചാൽ ലുക്ക് അതിൻ്റെ അകത്ത് ആ ലോയറായിട്ട് വരുമ്പോഴേ കയ്യടി ചെയ്യുന്നത് നൈസ്. ലോയറായിട്ട് പുള്ളി ഇങ്ങനെ വരുമ്പോഴേ കയ്യടി, ആ ലുക്ക് നൈസ്. എല്ലാ ലുക്കും നൈസ് ഗൈസ്. എൻ്റെ അത് പറയാൻ പറ്റുന്നില്ല, സ്പോയിലായി പോയി നിങ്ങൾക്ക്. നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ടവരാണ്. ഇൻ്റർവെൽ പോർഷൻസും കിടിലം, ഇൻ്റർവെൽ പോർഷനൊക്കെ പീക്ക് സംഭവം ഗൈസ്. പുള്ളി കിടിലം, പുള്ളി വരുക ഓറാഫാമി അമ്മാതിരി സീൻ, കിടിലം പ്രസൻറ്റേഷൻ. സൂര്യ കുറേ നാൾക്ക് ശേഷമാണ് എനിക്ക് തോന്നുന്നു അവസാനം കണ്ടത്. ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടത് സിംഗൻ 2-ലൊക്കെയാണെന്ന് തോന്നുന്നു. അതിനുശേഷം ഇങ്ങനെ കാണുമ്പോൾ പുള്ളി ഭയങ്കര മാസ്സായിട്ട്, ഭയങ്കര മാസ് അപ്പീൽ, ശരീരം കൊണ്ടായാലും പുള്ളിയുടെ ഒരു ലുക്സ് കൊണ്ടായാലും എല്ലാം കിടിലം. പുള്ളിയുടെ ഒരു നൈസായിരുന്നു. ആ ഗോഡ് മോഡ് സോങ് തിയേറ്റർ എക്സ്പീരിയൻസ് വൈബായിരുന്നു. അതായത് ആ പാട്ട് കിടിലമായിരുന്നു തിയേറ്ററിൽ കാണാൻ. ആൻഡ് അതിന് ശേഷം മറ്റേ ഒരു പാട്ടുണ്ട്, രാട്ട് റാസസൻ എന്ന് പറഞ്ഞാൽ ആ പാട്ട്. പക്ഷെ അത് കുറച്ച് തിയേറ്ററിക്കൽ വെർഷനിൽ ഭയങ്കര കുറച്ചേ ഉള്ളൂ ഗൈസ്, 4 മിനിറ്റ് ഒന്നും ഇല്ല. അതൊരു ഫൈറ്റ് സീക്വൻസിൻ്റെ ഇടയ്ക്കുള്ളൊരു പാട്ടാണ്. ആ വീരപ്പേ ഒരു ഫൈറ്റ് സീക്വൻസിലുള്ളതാണ് ഗൈസ്. അതെല്ലാം ഒരു കുറച്ച് ഇടയ്ക്കിടയ്ക്ക്. ആൻഡ് സായി അഭ്യങ്കറിനെ എടുത്തു പറയണം. ഈ സായി അഭ്യങ്കർ ശരിക്കും പറഞ്ഞാൽ കുക്ക് ചെയ്തിട്ടുണ്ട്, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്, കിടിലായിരുന്നു. എൻ്റെ RJ ബാലാജി ഡിസേർവ് ദിസ്. ഇന്നലത്തെ പുള്ളിയുടെ ആ ഒരു പടം ഇറങ്ങാത്തതിൻ്റെ ഒരു വിഷമമൊക്കെ കാണുമ്പോൾ ഇതൊക്കെ കിടിലായിട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഈ പടം പുള്ളിക്ക് ഒരു നല്ലൊരു സക്സസ് ആവട്ടെ എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഞാൻ കാണാത്തവരൊക്കെ പോയി കാണും ഗൈസ്, കിടിലം പടമാണ്. സോ അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് അടുത്തൊരു വീഡിയോ ബൈ ബൈ.